ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ പത്തരമാറ്റിൻ്റെ നാളത്തെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ, അതായത് 2/1/25 2/2 പ്രൊമോ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അങ്ങനെ ദേവയാനിയുടെ മനസ്സ് ശരിക്കും മാറുകയാണ് കേട്ടോ. അവരുടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. നയനയാണ് ഇപ്പോൾ കരൾ കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു മാറ്റങ്ങളെ വന്നു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അവരെ പുറത്ത് പറഞ്ഞേക്കണം. അതായത് എന്താണ്, ആദർശിന് പെട്ടെന്ന് എങ്ങോട്ടോ പോകേണ്ടി വന്നു. അപ്പോൾ ആദർശിനെ ഒറ്റയ്ക്ക് വിടാൻ മടി. അപ്പോൾ അവർക്കൊരു ഹണിമൂൺ ട്രിപ്പും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നയനേനെയും ആദർശിനെയും കൂടെ ഒരു യാത്ര പറഞ്ഞേക്കാണ്. അപ്പോൾ ആദ്യം ആദർശ് പറയുന്നുണ്ട്, പിന്നെ പോണോ പോണ്ടേ, കാരണം ഇനിയിപ്പോൾ എതിർപ്പ് എന്തെങ്കിലും പറയുമോ അമ്മ, അപ്പോൾ എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ദേവയാനി മുൻകൈ എടുത്തിട്ട് അവരെ യാത്ര അയക്കണം കേട്ടോ. പിന്നെ ഹണിമൂൺ ട്രിപ്പും കൂടിയാണ്. അപ്പോൾ കാരണം ആദർശനും നയനയ്ക്കും അത് ഭയങ്കര ഒരു അതിശയമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാറ്റം അമ്മയിലുണ്ടാവുന്നത് അവരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അവരങ്ങനെ യാത്ര പോവുകയാണ്. പക്ഷേ യാത്ര പോകുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. കാരണം ആദർശനോട് പറയുന്നുണ്ട്, എനിക്കറിയാം അവളില്ലാണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ പോകുമ്പോൾ അവളെയും കൂടെ കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ അവനങ്ങനെ അതിശയത്തോടു കൂടി നോക്കുകയാണ്, അമ്മയെ നോക്കുകയാണ്. അപ്പോൾ അമ്മ തന്നെയാണോ ഈ പറയണമെന്നുള്ളതിൽ പറയും, ഇനിയിപ്പോൾ ഞാനായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലൊന്നും ഒരു തടസ്സം നിൽക്കുന്നില്ല, ഇനിയിപ്പോൾ എന്നോട് ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നണ്ട, അതുകൊണ്ട് കാരണം എല്ലാം മറ്റുള്ളവരുടെ പേർക്ക് പറഞ്ഞിട്ടാണ് അവരെല്ലാം സമ്മതിക്കുന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ നിനക്കും എന്നോടൊരു ദേഷ്യം തോന്നണ്ട, നിങ്ങളുടെ ഹണിമൂൺ ഞാനല്ലേ മുടക്കേണ്ടത്, ഇനിയിപ്പോൾ ഞാനായിട്ട് അതിനൊരു ഇത് വരുത്തുന്നില്ല, നീയും കൂടെ പോകുമ്പോൾ അവളെയും കൊണ്ടുപോയിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശാകെ അന്തപ്പെട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ നിനക്കും പോകാൻ താല്പര്യമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയനൊന്നും പറയുന്നില്ല, കാരണം ഇനിയിപ്പോൾ നയൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നയനോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട പോലെ സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നയനൊന്നും പറയുന്നില്ല, മിണ്ടാണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവസാനം ഇപ്പോൾ എന്തിന് പറയണു, നമ്മളുടെ ആദർശം നയനയും കൂടി ഒരു ഹണിമൂൺ ട്രിപ്പ്, അവൻ ഓഫീസ് സംബന്ധമായിട്ടുള്ള എന്തോ കാര്യത്തിന് വേണ്ടി പോകുന്നതാണ്, പക്ഷേ അതൊരു ഹണിമൂൺ ട്രിപ്പും കൂടെ ആക്കി മാറ്റുകയാണ് നമ്മുടെ ദേവയാനി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയനോട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു ചാൻസ് അമ്മേനായിട്ട് നമുക്കത് എന്താണ് ഇങ്ങനെ ഒരു ചാൻസ് അമ്മയായിട്ട് നമുക്ക് ഉണ്ടാക്കിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണം. അപ്പോൾ അവൾക്കും അത് അതിശയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് അവരിങ്ങനെ കരയുകയാണ് കേട്ടോ. നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര ഒരു സങ്കടം പോലെയൊക്കെയാണ്, കാരണം അവർ രണ്ടുപേരും കൂടെ പോകുന്നത് കണ്ടിട്ടേ. അപ്പോൾ അവൾ വീട്ടിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് നമ്മുടെ നയന. എന്തായാലും നല്ല നല്ല എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് കേട്ടോ. നമ്മളുടെ പത്തരമാറ്റിൻ്റെ ഇനി നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന എപ്പിസോഡുകളൊക്കെ തന്നെയാണ് വരുന്നത്. ആദർശിൻ്റെയും നയനയുടെയും ദേവയാനിയുടെയും ഒക്കെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല ബാക്കിയുള്ള ആളുകൾക്ക്, ജാനകിക്കും ജലജയ്ക്കും അനാമികയ്ക്കും ഒക്കെ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അവരതിന് ഇടംകോലിടണമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ദേവയാനി അതൊന്നും കാര്യമാക്കുന്നില്ല. ഇനിയിപ്പോൾ അവർ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല ദേവയാനിക്ക്. ഓക്കെ, അപ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളുടെ പിന്നെ നവ്യയാണ്. നവ്യയ്ക്കും വളരെ സന്തോഷമാണ്, കാരണം നവ്യയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നവ്യയ്ക്കും അതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മളുടെ ഈ ആഴ്ചത്തെ അതായത് വരുന്ന ആഴ്ചത്തെ എപ്പിസോഡുകൾ ഇനി നല്ല രസമുള്ളതായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക, എപ്പിസോഡുകൾ കാണുക കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ